ഇതാ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ഈ വീട്ടിലിതാ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഇതാ കണ്ട, ഇതാ അങ്ങനെ നമ്മളാ ദുരന്തം നടന്ന വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാൻ പോവാണ് കേട്ടാ. ഇതാ ഈ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങള്. ആഗസ്റ്റ് മാസം മുതൽ ഒരു വീട്ടിൽ 2 പേർ ദിനപത്ത എന്ന നിലയിൽ 300 രൂപ, അതായത് ഒരു വീട്ടിൽ 9,000 രൂപ വീതം കൊടുക്കുന്നുണ്ട്. കല്യാണ ഡ്രസ്സാണ് അല്ലേ? ഇത് നമുക്കും മക്കളൊക്കെ ഉള്ളതാട്ടോ. ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഭയങ്കര ഫീലിങ്സാ നമുക്ക്. ഇനി ഇവർക്ക് ഒരു ദുരന്തവും ഉണ്ടാകാൻ നമ്മൾ അനുവദിക്കില്ല. ചൂരൽ മലയിലെ ഉറ്റവരും ഉടയരും നഷ്ടപ്പെട്ട നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അല്ലേ? ഏറ്റവും വേഗതയിൽ അവർക്ക് വീട് കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ കിടക്കാം. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഒരു വീടിന്റെ മുകളിലാ. പുതിയ വീടായിരുന്നത്. പുതിയ വീട്, നല്ല ഉയരത്തില്. മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം എന്ന് മാത്രമല്ല, അറ്റാച്ച്ഡ് ബാത്റൂം. ഇത്രയും സൗകര്യങ്ങള് ഇവിടെ വെക്കുന്ന ഒന്നും ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സാധനം ഉണ്ടാവില്ല. ഈ തീരം ഒരു ശാശ്വത തീരം. നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. 300ഓളം പേരുടെ ജീവൻ കവർന്ന ഇതാ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾ പൊട്ടി. അവിടുന്ന് ഇതാ കണ്ട ഇങ്ങനെ ചേർത്ത് ഷേവ് ചെയ്ത പോലെ ഒരുപാട് ആളുകളെ തള്ളി മറച്ച് അങ്ങനെ എന്താ പറയാ പുഴയിൽ അല്ലേ, കിലോമീറ്ററോളം പുഴയിൽ കൊണ്ട് ഇട്ട ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതാ നോക്കിയാൽ ഈ ഒരു ഭൂമിയുടെ ഘടന നമ്മൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ശരിക്ക് തൂത്തുവാരിക്കൊണ്ട് പോവാണ് അല്ലേ? അപ്പൊ ശരിക്കും വല്ലാത്തൊരു അവസ്ഥയാണ്. ഷൈജ ഈ നാട്ടുകാരി തന്നെയാണ് അല്ലേ? ശരിക്കും അത് എങ്ങനെ ഓർത്തെടുക്കണു? ഇല്ല, നമ്മള് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മളെ കൂടെ കളിച്ച് വളർന്ന, അല്ലെങ്കിൽ നമ്മളെ നമ്മൾ സ്നേഹിച്ച 300-ലധികം അല്ലെങ്കിൽ 300ഓടടുത്ത ആളുകളാണ് ഇവിടെ നമുക്ക് ഒരു ദിവസം കൊണ്ട് എന്ന് പറയാൻ പറ്റില്ല, വെറും മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു. ഒരൊറ്റ രാത്രി 12 മണിക്കും 11 മണിക്കും 12:30-ക്കൊക്കെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകൾ ഒരു 1:15-1:30 ഉള്ളിൽ ഇത്രയും വലിയൊരു ദുരന്തം കവർന്നെടുത്ത് പോവുകയാണ്. നമുക്കൊരിക്കലും ഇന്നും 1.5 വർഷം പിന്നിടുമ്പോഴും നമുക്കതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം തന്നെയായിരുന്നു അല്ലേ ഇത്? തീർച്ചയായിട്ടും വയനാട്ടിലെ ഏറ്റവും സുന്ദരം, എനിക്ക് വേണമെങ്കിൽ കേരളത്തിലേന്ന് പറയാം. അത്രയും പ്രകൃതി ഭംഗി ഇണങ്ങിച്ചേർന്നൊരു സ്ഥലമായിരുന്നു മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു പ്രദേശം. ഇവിടെ മൊത്തം 5 കുടുംബമായിരുന്നത്. മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഉന്നതിയാണ്. അപ്പോൾ STയിൽ 5 ഫാമിലി ഉണ്ടായിരുന്നു ഇവിടെ. 2024 ജൂലൈ 30-നുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ഇവിടുന്ന് മാറി. ഇപ്പൊ ഈ ഇവിടുത്തെ ഊരുമൂപ്പനായ ചേനനും ഫാമിലിയും മാത്രമാണ് നിലവിൽ താമസിക്കുന്നത്. ഇതായിരുന്നു നമ്മള് ഇപ്പൊ ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിരുന്ന ഹാനീന്റെ വീട്. ജൂലൈ 29 2024 ജൂലൈ 24 മഴ കൂടിയ സമയത്ത് അവരേറ്റവും സേഫായ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ടൗണിലുണ്ടായ ക്വാർട്ടേഴ്സിലേക്ക് മാറി. പക്ഷെ ഹാനി ഒഴികെ ഹാനീന്റെ വീട്ടുകാരൊക്കെ ആ ക്വാർട്ടേഴ്സിൽ നഷ്ടപ്പെട്ടു. ഈ വീട് ഇവിടെ നിൽക്കുകയും ചെയ്തു. ഇതാ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ഈ വീട്ടിലിതാ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഇതാ കണ്ട ഇതാ ഇന്ന് കാട് കയറി അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങളുണ്ട്. ഈ പാറ കാണുന്നില്ലേ, ഇതിന്റെ പുറകിലായിരുന്നു ആലിക്കുട്ടിയാക്കാന്റെ വീട്. 2 നില ഒരു വീടായിരുന്നു. ഇന്ന് നമുക്കത് ഈ ഒരു പാറ മാത്രമാണ് ഇവിടെ ഒരു അടയാളം, ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. മുണ്ടക്കൈയിൽ അങ്ങനെ നമ്മൾ ആ ദുരന്തം നടന്ന വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാൻ പോവാണ് കേട്ടാ. ഇതാ ഈ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങള്. ഇതിന്റെ പഴയ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. അവരുപയോഗിച്ചിരുന്ന സോഫ, മേശ, ഈ കാണാവുന്ന വലിയ പാറകളും കല്ല് കഷ്ണങ്ങളും മരങ്ങളെല്ലാം ഇടിച്ചിറങ്ങി ഇതിലെങ്ങനെ വന്നു. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവന്നേ. ഇതായിരുന്നു അടുക്കള. അവരുപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും, പാത്രങ്ങള്, തലേദിവസം കഴിച്ച റസ്കിൻ്റെ കവറ് പോലും. ദൈവമേ, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിരവധി പേരുടെ ജീവനാണ് കവർന്നെടുത്തത്. അവര് ഇതിലുള്ള ആളുകളൊക്കെ പോയി. അല്ലാത്തൊരു നെഞ്ചെടുപ്പോട് കൂടി അല്ലാണ്ട് നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റില്ല. ഇത് ഒരു സൗമ്യ ഗോപാലന്റെ വീടാ. ഇവിടെ വൈഷ്ണവും 2 മിടുക്കരായ 2 മക്കളും ഉണ്ടായിരുന്നു. അവരച്ഛനും അമ്മയും 4 മക്കളും ഈ ദുരന്തത്തിനിരയായി. അവരുടെ കുറേ മിടുക്ക് നമുക്കിവിടെ കാണാം. അപ്പൊ ആ കുട്ടികളിപ്പോ ഇല്ല, അച്ഛനും അമ്മയും മക്കളൊക്കെ പോയി എല്ലാരും. അതെ, ആ മക്കള് വരച്ച ചിത്രാണ് കേട്ടാ ഈ ചുമരിന്റെ 2 സൈഡില്. കണ്ട ആ വീടിന്റെ ഉള്ളിലേക്ക് ഇതാ കേറുകയാണ്, കാണുകയാണ്.
ഒരു നെഞ്ചെടുപ്പോട് കൂടി അല്ലാതെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതാ ആ മക്കളുടെ നോട്ട് പുസ്തകങ്ങൾ കണ്ട. നമുക്കും മക്കളൊക്കെ ഉള്ളതാട്ടോ. ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഭയങ്കര ഫീലിങ്സാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. കാര്യം നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിലും എന്താ ഈ സൈഡിൽ നിന്ന് വന്നപ്പോൾ എല്ലാം കൊണ്ടുപോയി. മക്കളുടെ ട്രോഫികളൊക്കെ കണ്ടത് നോക്കിയേ. കണ്ട ഇതൊക്കെ എന്തോരം അവര് തലേ ദിവസം അടച്ചു വെച്ചിട്ടുള്ളതായിരിക്കും അല്ലേ. പഠിക്കാൻ പോയപ്പോൾ ഞാൻ നിൽക്കണത് ഇപ്പോൾ ഒരു വീടിൻ്റെ മുകളിലാ. പുതിയ വീടായിരുന്നത്. പുതിയ വീട് നല്ല ഉയരത്തില് അടി മുഴുവൻ തള്ളിക്കൊണ്ടുപോയി ഭൂമിയിലേക്ക് ഇരുന്നു. എല്ലാ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളതാ. കല്യാണ ഡ്രസ്സൊക്കെ എടുക്കും. കല്യാണ ഡ്രസ്സാണ് അല്ലേ. കുറച്ച് ദിവസമായിട്ടുള്ളതെന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഇതാ മോളീന്ന് ഒലിച്ച് വന്ന ചെരുപ്പുകള്. ഈ ഒരൊറ്റ റോഡാണ് ചൂരൽമല വരെയും. ഈ മോളീന്ന് നമ്മൾ ഇറങ്ങി വന്ന റോഡ്. ഇതിന്റെ രണ്ട് വശത്തും വീടുകളായിരുന്നു. ഇങ്ങനെ അതെ, ഇങ്ങനെ. ഈ വഴി ഇപ്പോഴല്ല, അവിടെ കുറച്ച് വീടുകളുടെ ഞാൻ മെമ്പറായി വന്ന സമയത്ത് NREGയിൽ ചെയ്തു കൊടുത്ത വഴിയാണത്. പക്ഷെ അത് ആ റിസോർട്ട് കുറച്ച് വീടുകളിലേക്ക് മാത്രമുള്ള വഴി. ഇതായിരുന്നു നമ്മളെ ഇവിടുത്തെ മെയിൻ റോഡ് എന്ന് പറയുന്നത്. ഈ പുഴ, അതിലേ പോകേണ്ട പുഴ ഗതി മാറി വന്നിട്ടാണ് ഇവിടെ നിക്കോലത്തിലുള്ളത്. ഇതൊക്കെ വീടുകൾ, നിറച്ച് വീടുകളുണ്ടായ ഈ പറയുന്ന സ്ഥലത്തൊക്കെ വീട് കണ്ടോ. ഇതൊരു വീടായിരുന്നു. ഇങ്ങനെ തന്നെ വീടുകളായിരുന്നു. എത്രത്തോളം ഹൈറ്റിൽ വന്നിട്ടുണ്ടാവും. അതെ, ആണ്. ഇതാണ് റോഡ്. ഈ റോഡ് ചൂരൽമല വരെ നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. ഇതായിരുന്നു റോഡ്. അല്ല, ഇതൊക്കെ ഉരുൾപൊട്ടി വന്നതാ. ഇവിടെ വലിയ പാറ കഷ്ണങ്ങളൊക്കെ അങ്ങനെ ഉരുൾപൊട്ടി വന്നതാ. ഇവിടെ ഈ വഴി ഇവിടുത്തെ വീടുകൾക്കും ബാക്കി ഇത് മെയിൻ റോഡായിരുന്നു. ഇതിന്റെ രണ്ട് ഭാഗത്തും വീടുകള്. ഇത് പ്രാർത്ഥേട്ടന്റെ നല്ല കാപ്പിത്തോട്ടായിരുന്നു. ഈ കാപ്പിത്തോട്ടാണ് ഈ കോലത്തിൽ കിടക്കുന്നത്. നമ്മള് നേരത്തെ മുണ്ടക്കൈ പുഞ്ചിരിമഠത്തിൽ മുഹമ്മദ് ഹാനിയുടെ കാര്യം പറഞ്ഞിരുന്നു. അവൻ ബാക്കിയായ അവന്റെ ഉപ്പയും ഉമ്മയും ഉപ്പേന്റെ കുടുംബം ഒക്കെ ഇവിടെ രണ്ട് നല്ലൊരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ ക്വാർട്ടേഴ്സിലേക്ക് അവിടെ സേഫ് അല്ല, ഇവിടെയാണ് സേഫ് ആണ് എന്ന് വിചാരിച്ച് വന്ന ഫാമിലി ആയിരുന്നു. എത്ര പേര് പോയി? ഇവിടുന്ന് 7 പേര് നഷ്ടപ്പെട്ടവന്. ഇപ്പൊ ഞാൻ അവിടുന്ന് റോഡ് കാണിച്ചെന്നില്ലേ, ആ റോഡാണ് ഈ വരുന്നത്. ഇതിലെ ആയിരുന്നു നമ്മൾ ആ റോഡ് ഞാൻ കാണിച്ചത്. മേലത്തെ ആ റോഡ് എത്തിപ്പെടുന്ന ഇതായിരുന്നു. ഇങ്ങനെ പോവാല്ലേ. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കറക്റ്റ് മുണ്ടക്കൈ ടൗൺ ആണിത്. മുണ്ടക്കൈ ടൗണ് ഈ കോലത്തിലായില്ലേ. അതെ, ഒരു പള്ളിയുണ്ട്. ഇതാ വലിയൊരു പാറ അവിടെ കിടക്കുന്നുണ്ട്. ഈ ഉരുൾപൊട്ടി വന്നതാ പാറയൊക്കെ. ഇതൊക്കെ ആ പാറയൊക്കെ. അതെ. എന്നാലോചിച്ചേ, നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം, വീടുകളും കെട്ടിടങ്ങളും കടകളും ഒക്കെ ആയിട്ട് അല്ലേ. ഇന്ന് കാട് പിടിച്ച് കിടക്കുന്ന കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രല്ലേ. ഇത് വെള്ളാർമല സ്കൂള്. ഈ ഒരു ബിൽഡിംഗ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ മരണസംഖ്യ ഇതിലൊന്നും നിൽക്കില്ലായിരുന്നു. കാരണം അത്രയധികം മരങ്ങളും കല്ലും മറ്റും തടഞ്ഞു നിർത്തിയത് ഈ ഒരു സ്കൂൾ കെട്ടിടമാണ്. അപ്പൊ ഈ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം ആ പ്രദേശം ഉണ്ടാവില്ല. അട്ടമല ഡാം സൈറ്റ്, ചൂരൽമല ടൗണിലൊന്നും ഒരു മനുഷ്യൻ പോലും ബാക്കിയാവില്ലായിരുന്നു. നമ്മളെ മരണം എന്ന് പറയുന്നത് ഇതിലൊന്നും നിൽക്കില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സ്കൂൾ റോഡിലാണ്. 200-ലധികം വീട്ടുകാരിവിടെ ഉണ്ടായിരുന്നു അല്ലേ. അതെ. അപ്പോൾ ഈ ഒരു വീടിന് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുകയും ശബ്ദം കേൾക്കുകയും ചെയ്ത നീതുവിന്റെ വീടാണ് അല്ലേ. രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തിയതാ. പക്ഷെ പുറത്തു നിന്നുള്ള ഒരാൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ. ഈ ഒരു വീടാണ്. അപ്പൊ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ വന്ന് താമസിക്കുന്നു. കുറെ ആളുകൾ ആ സമയത്ത് വന്നത്. ഈ താഴെ കാണുന്ന വീട്ടിലെ അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവിടുന്ന് നഷ്ടപ്പെട്ടു. ഈ ഒരു പ്രളയത്തില് എല്ലാവരും തൂത്തുവാരി കൊണ്ടുപോയില്ലേ. ഇതാ വീടിന്റെ ഉള്ളിൽ നോക്ക്. ഈ തീരം ഒരു ശാശ്വത തീരം. ഇതാ നീതുവിന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. ചൂരൽ മലയിലെ ഉറ്റവരും ഉടയരും നഷ്ടപ്പെട്ട നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അല്ലേ. അപ്പോ മനോഹരമായിട്ടുള്ള വീടുകൾ നല്ല സ്പീഡിലാണ് ഇവിടെ പണി നടക്കുന്നത്. വളരെ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ 410 വീടുകളാണ് ഈ പ്രദേശത്ത് ആകെ നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ മിനിറ്റ് ആകുമ്പോഴേക്കും 301 വീടുകളുടെ ഏതാണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചു. നമുക്ക് ഈ 2026 മാർച്ച് മാസത്തോടു കൂടി തന്നെ പൂർണ്ണമായിട്ടുള്ള വീടുകളിലേക്ക് കയറി താമസിക്കാൻ പറ്റും. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2024 ജൂലൈ 30 ദുരന്തം കഴിഞ്ഞ് ഒരു ഏതാണ്ട് 8 മാസക്കാലത്തോളം, ജോബിക്കറിയാലോ, ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കഠിനമായിട്ടുള്ള മഴക്കാലത്തിനിടയിലും ചെറുതായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ വന്ന് അതിവേഗം ഈ നഗരം പുരോഗമിക്കുകയാണ്.
1700 തൊഴിലാളികൾ ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം 3000 ആക്കി ഉയർത്താനുള്ള ശ്രമത്തിലാണ്. കാരണം ഏറ്റവും വേഗതയിൽ അവർക്ക് വീട് കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മനോഹരമായിട്ടുള്ള വീടാണ്. 5 കൊല്ലത്തെ ഡിഫക്റ്റ് ലൈബിലിറ്റി പീരീഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 5 കൊല്ലത്തിനിടയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ തന്നെ അത് ശരിയാക്കി കൊടുക്കാവുന്ന വിധത്തിൽ മാറ്റും. ഇതിൽ ഓരോ ഉപകരണങ്ങൾക്കും ഈ കട്ട്ലയ്ക്കൊക്കെ വലിയ കാലത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഇവിടെയുള്ള ഈ പെയിന്റിന് മാത്രം 20 വർഷക്കാലത്തെ ഗ്യാരണ്ടി ഉണ്ട്. 20 വർഷം കാലത്തെ ഈ കട്ട്ലയ്ക്ക് എത്ര കാലത്തെ ഗ്യാരണ്ടി ഉണ്ട്? 10 കൊല്ലം. അതായത് 10 കൊല്ലത്തേക്ക് ഇതിനെന്തെങ്കിലും അപകടം പറ്റിയാൽ അത് പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ട കമ്പനി തന്നെ ഗ്യാരണ്ടിയോടുകൂടി മേടിക്കുന്ന സൗകര്യമാണ്. നല്ല അടിപൊളി വീടാണ്. രണ്ട് മനോഹരമായ അടുക്കളയെന്ന് കാണിച്ചാൽ വളരെ വിശാലമായിട്ടുള്ള അലക്കട. സിങ്കിനൊക്കെ 5 കൊല്ലത്തെ ഗ്യാരണ്ടിയാണ്. എല്ലാം ഗ്യാരണ്ടിയിലാണ്. ഗ്യാരണ്ടിയാണ്. ഇവിടെ വെക്കുന്ന ഒന്നും ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സാധനം ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല 7 സെന്റ് സ്ഥലം ഇതിനകത്തുണ്ട്. 7 സെന്റ് സ്ഥലം മാത്രമല്ല, എല്ലാ വീടുകൾക്കും ഇതുപോലെ സൈഡ് കെട്ടി ഒരു ചെറിയ ചുമരും കൂടി കെട്ടിക്കൊടുക്കും. അതിനും ഗ്യാരണ്ടി ഉണ്ട്. എല്ലാം ഗ്യാരണ്ടിയാണ്. ഒരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ദുരന്തം നടന്ന അന്ന് മുതല് ഊണ് ഉറക്കവും കളഞ്ഞിട്ട് രാജേട്ടൻ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഒരു പക്ഷേ മനസ്സ് പെടഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോ അല്ലേ. ഇവരൊക്കെ വീട് അർഹതപ്പെട്ട ഇവിടേക്ക് മാറി വരാൻ പോകുന്ന ആളുകളുടെ ലിസ്റ്റ്. എന്താ തോന്നണ? ഒരു വളരെ സന്തോഷം. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട്. ഇത്രയും പെട്ടെന്ന് വർക്ക് നടന്നു എന്ന് പറയുമ്പോൾ മഴ കാരണം കുറച്ച് മാറി എന്നിട്ടുള്ളൂ. അല്ലാതെ വർക്കുകളൊക്കെ 24 hours ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇവര് തന്നെ പറയുന്നത് മഴ നിന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളൂ. നിങ്ങൾ ഹാപ്പിയാണോ? ഞങ്ങൾ ഹാപ്പിയാണ്. വീട് കിട്ടാൻ പോകുന്ന ആൾക്കാരാണ് ഇന്ന് ഈ ഒരു ചടങ്ങിനോടനുബന്ധിച്ച് ഇവിടെ വന്നിട്ടുള്ളത്. വീട് കിട്ടാത്തതെന്ന് മാത്രമല്ല, ഇവരെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവിടെ സുഖകരമായിട്ടുള്ള, ഞാനും ജോബിയും കൂടി ആ സ്ഥലങ്ങളിലേക്ക് പോയതിന്റെ ഓർമ്മ നമുക്കില്ലേ? അതെ. ഇതാണ് നമ്മുടെ ഒരു റൂമാണിത്. വലിയ റൂം, നല്ല സൗകര്യമുള്ള റൂം. ഈ റൂം എത്ര വലിപ്പമുണ്ട് അരുൺ? അരുൺ IAS ഇതിന്റെ സ്പെഷ്യൽ ഓഫീസറാണ് ഈ പ്രവർത്തനങ്ങൾക്ക്. 10-11 അല്ലേ? നല്ല റൂമാണ്. ഒരു കോമൺ ടോയ്ലറ്റ്, നല്ല സൗകര്യമുള്ള. ഇതിനെല്ലാം ഗ്യാരണ്ടിയാണ്. ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. ഇനി ഇത് കുട്ടികൾക്ക് ഇരിക്കാനുള്ള പഠനമുറിയാണ്. പിന്നെ ഇത് അതിനേക്കാൾ വലിയ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം എന്ന് മാത്രമല്ല, അറ്റാച്ച്ഡ് ബാത്റൂം. ഇത്രയും സൗകര്യങ്ങള്. അറ്റാച്ച്ഡ് ബാത്റൂം. 5 കൊല്ലം സ്ട്രക്ചറിന് കാലാവധി, 10 മുതൽ 20 കൊല്ലം വരെ ഓരോ മെറ്റീരിയൽസിനും കാലാവധി. എന്ന് മാത്രമല്ല, ഇതിലൊരു ജോബി, ഇതിലൊരു ചരിത്രമുണ്ട്. പുത്തുമല, മക്കിമല, അങ്ങനെ മലകളുടെ നടുവിലാണ്. ചൂരൽമല. ഇവരെല്ലാം പല ഘട്ടങ്ങളിൽ ദുരന്തത്തിൽപ്പെട്ടവരാണ്. ഇവരുടെ വീട് നിർമ്മിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലെ സാധാരണ ഒരു വീട്, ചുവന്ന മണ്ണിൽ ഉണ്ടാക്കുന്ന പോലെ ഒരു സാധാരണ വീട് കെട്ടാൻ പറ്റില്ല. 10 അടി താഴ്ചയിലേക്ക് കുഴിച്ച് അവിടെ പിന്നെ ബീം കെട്ടി ഉയർത്തി ഇതിൻ്റെ മുകളിൽ ഒരു നില കൂടി ആവശ്യമെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇവിടുത്തെ ഈ ഭാഗമായി തയ്യാറാക്കി. ഒരുപക്ഷെ ശരിക്ക് ചൂരൽമലയിൽ ആ ദുരന്തം നടന്ന സമയത്ത് ഞാൻ പോയിരുന്നു. അവിടുത്തെ അവസ്ഥകളൊക്കെ നമ്മൾ രാജേട്ടനായിട്ട് പങ്കുവച്ചിരുന്നു. ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയും കൂടി അറിയിക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അല്ലേ. ഇത് അവരുടെ മുറ്റാണ്. ഞാൻ ജോബി ഇത് പറഞ്ഞപ്പോൾ ഒരു പഴയ ഓർമ്മയിലേക്ക് പോവാണ്. 7 സെന്റ് സ്ഥലത്ത് ഈ ഒരു മുറ്റാണ്. നമ്മൾ അന്ന് അവിടെ പോയപ്പോൾ ഒരു വീട്ടിൽ 6 പേരും മരിച്ച് സുദേവന്റെ വീടിന്റെ തിണ്ണയിലാണ് നമ്മൾ ഇരുന്നത്. തുടർച്ചക്കാരും ഇല്ലാത്ത വിധം. ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് 289 മനുഷ്യരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ളൊരു മഹാദുരന്തം കഴിഞ്ഞപ്പോൾ സാധാരണ നിലയിൽ നഷ്ടപരിഹാരമായൊരു തുക കൊടുത്ത് അവസാനിപ്പിക്കലാണ്. അവരെവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് വിചാരിക്കും. ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ അങ്ങനെ ജന്മം കൊണ്ട ഭൂമി അധികമില്ല. ഒക്കെ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് അത്തരം ഭൂമികളാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കൽ അവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ ഇനി ഒറ്റപ്പെടുത്തരുത്, നിങ്ങൾ പല വഴിക്കായി ഞങ്ങളെ പിരിക്കരുത്, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കണം. അങ്ങനെയാണ് ഒരു നഗരം എന്നുള്ള സങ്കല്പം ഉണ്ടായത്. 410 കുടുംബങ്ങളിൽ വരുമ്പോൾ വീട് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് കളിക്കളം വരുന്നുണ്ട്, മാർക്കറ്റ് വരുന്നുണ്ട്, സ്വിമ്മിംഗ് പൂള് വരുന്നുണ്ട്, അംഗനവാടി വരുന്നുണ്ട്, മിനി ആരോഗ്യ കേന്ദ്രം വരുന്നുണ്ട്, പിന്നെ മെമ്മോറിയൽ, ഇവർക്ക് അവരുടെ ഓർമ്മ നിലനിർത്താനുള്ളൊരു മെമ്മോറിയൽ വരുന്നുണ്ട്. ഇങ്ങനെ ഈ നഗരം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ BMBC റോഡുകളടക്കം വെളിച്ച വിധാനങ്ങളടക്കം വലിയ ഒരു നഗരമാണ് പ്രതീക്ഷ. ഇവിടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ തന്നെ 10 ഉണ്ട്.
അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാകില്ല. നോക്കിയേ ഇവിടുത്തെ പണികൾ എന്ത് സ്പീഡിലാണ് നടക്കണേന്ന് നോക്കിയേ. കണ്ട ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട് അല്ലേ. 1700 പേര് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാണ്. ഇവരുടെ മെസ്സ്, ഇവരുടെ താമസം, ഇവരുടെ പ്രവർത്തനം എല്ലാം ഇതിനകത്താണ്. ഞങ്ങളതൊരു 3000 തൊഴിലാളികളാക്കി വർദ്ധിപ്പിക്കുകയാണ് ഇനി വരുന്ന ദിവസത്തേക്ക് കൂടുതൽ തൊഴിലാളികളെ വെച്ചുകൊണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരുപാട് അവര് വേദനിച്ചു, സങ്കടപ്പെട്ടു, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു. നമുക്കൊക്കെ അറിയാവുന്നതാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളെല്ലാം അവരെ കൂടെ ചേർത്തു. ഇപ്പോൾ അതിൽ നമ്മളെ വിട്ടു പോയിട്ടുള്ള ആ നമ്മുടെ കൂടപ്പിറപ്പുകൾ അവിടെ അന്തിയുറങ്ങുകയാണ്. അവർക്ക് ആരോടും പരിഭവങ്ങളും പരാതികളും ഒന്നുമില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ അവരെ വന്ന് കാണുന്നു. ശരിക്കും അന്ന് നമ്മളവിടെ നിൽക്കുമ്പോൾ രാജേട്ടൻ ശരിക്കും കരഞ്ഞു. സങ്കടമാണ് അതിനെല്ലാം ഓർമ്മ വന്നാൽ. 289 പേർ ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് മരണപ്പെട്ട ഒരു ദുരന്തവും വേറെ കേരളത്തിലുണ്ടാകില്ല. ഒരേ പ്രദേശത്ത് ഇവരിങ്ങനെ മക്കിമലയിൽ നിന്ന് പുത്തുമലയിലേക്ക്, പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിലേക്ക് മലകൾ താണ്ടി വന്നവരാണ്. ഇനി ഇവർക്ക് ഒരു ദുരന്തവും ഉണ്ടാകാൻ നമ്മൾ അനുവദിക്കില്ല. എന്ന് മാത്രമല്ല, ഇവിടെ ഈ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും ജോബി നമ്മൾ അന്ന് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചല്ലോ, ക്യാമ്പുകളിലെ ആളുകൾ വാടക വീട്ടിൽ പോയാൽ സർക്കാർ വാടക കൊടുക്കുമോ? ഇതുവരെ ഈ ഡിസംബർ മാസം വരെ അങ്ങനെ ദുരന്തത്തിൽപ്പെട്ട് വാടകയ്ക്ക് മാറ്റി താമസിച്ച എല്ലാവർക്കും ഈ ഡിസംബർ വരെ വാടക കൊടുക്കുകയാണ്. അവർക്ക് പുതിയ വീടിൻ്റെ താക്കോല് കൊടുക്കും വരെ ആ വാടക നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ആഗസ്റ്റ് മാസം മുതൽ ഒരു വീട്ടിൽ 2 പേർക്ക് ദിനപത്ത എന്ന നിലയിൽ 300 രൂപ, അതായത് ഒരു വീട്ടിൽ 9000 രൂപ വീതം കൊടുക്കുന്നുണ്ട്. അത് ജനുവരി മുതൽ 6 മാസത്തേക്ക് കൂടി നീട്ടി. അങ്ങനെ പറഞ്ഞാൽ 2 കൊല്ലത്തേക്ക് ആ പണം കൊടുത്തിട്ടുള്ള ഒരു ദുരന്തവും കേരള ചരിത്രത്തിലുണ്ടായില്ല. ചൂരൽമലയിലെ കച്ചവടക്കാർക്കുള്ള നഷ്ടപരിഹാരവും കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. തുക ഇപ്പോൾ ഈ ജനുവരി മാസത്തിൽ തന്നെ പ്രഖ്യാപിക്കും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫെബ്രുവരി മാസത്തിൽ മുഖ്യമന്ത്രി വന്ന് ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റം നടത്തുകയാണ്. അത്ര വേഗത്തിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും. ഇവരെ പുത്തുമലയിൽ ഇവരെ പിന്നെ സംസ്കരിച്ചിട്ടുള്ളൊരു കേന്ദ്രമുണ്ട്. അവിടെ ഒരു പ്രത്യേക സ്തൂപം, പ്രത്യേക ഒരു സ്മാരകം പണിത് എല്ലാവർക്കും വന്ന് ഏതു സമയത്തും പ്രാർത്ഥിക്കാനും ഇരിക്കാനും ഓർമ്മ പുതുക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമായി അതും മാറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, അന്നത്തെ ആ ഒരു ദുരന്തത്തിൽ ഇതിൽ ഒരു മുട്ടുസൂചി എടുത്ത് മാറ്റിവെച്ച ആൾക്കാരെ പോലും നമ്മൾ ഓർക്കാണ്. ഫയർഫോഴ്സ്, പോലീസ്, അതേപോലെ സന്നദ്ധ സംഘടനകൾ, ഒരുപാട് പ്രദേശവാസികൾ, ജനങ്ങളായിട്ടുള്ള ആളുകൾ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. അതെ. ആ പ്രവർത്തനങ്ങളിൽ ഏതാണ്ട് 1 മാസക്കാലം ഇവിടെ നിന്ന് ഞാൻ ഇന്നലെ നമ്മുടെ വെള്ളാർമലയിലെ കുട്ടികൾ സ്കൂൾ യുവജനോത്സവത്തിന് മത്സരിക്കാൻ വന്നു. അവർക്ക് വഞ്ചിപ്പാട്ടിലെ ആഗ്രഹം കിട്ടി. ഞാൻ അവരെ കാണാൻ വേണ്ടി പോയി. ഭയങ്കര സ്നേഹമല്ലേ അവർ. അപ്പോൾ അവിടുത്തെ മാഷ് പറയാണ് പത്രക്കാരോട്, ഇത് തൃശ്ശൂരിൻ്റെ മന്ത്രിയല്ല, ഇത് ചൂരൽമലയുടെ മന്ത്രിയാണെന്ന്. അത്രമാത്രം ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, കലോത്സവം ആയിക്കോട്ടെ, എന്ത് പരിപാടി ആയിക്കോട്ടെ, സ്വന്തം വീട്ടിൽ നടക്കുന്ന പരിപാടിയേക്കാളും ഭയങ്കരമായിട്ട് ആൾ അതിലേക്ക് ഇഴകി ചെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. നമ്മുടെ അയൽവാസിയാണ്, നമുക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരാളാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഈ ഒരു സ്ഥലം എന്താ പറയുക, ഇതൊരു സ്വർഗമാവട്ടെ. ഇനി വിഷമിച്ചവരെല്ലാം ഇനി സന്തോഷിക്കട്ടെ. ഇതിലപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. വീടുകൾ എത്രയും പെട്ടെന്ന് കൈമാറട്ടെ. അവർ സന്തോഷമായിട്ട് ഒരു എന്താ പറയുക റൗണ്ടിൻ്റെ ഉള്ളിൽ അല്ലേ, ഒരു നഗരത്തിൽ, അതാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ദുരന്ത ഭൂമിയിലെ മുഴുവൻ മനുഷ്യനെയും പറിച്ചു വേറൊരു നഗരത്തിലേക്ക് ഇടുകയാണ്. കാരണം അവർ ചൂരൽമലയിൽ അങ്ങനെ സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും കൈമാറിയും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒരു വീട്ടിലുണ്ടായാൽ അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ കൊടുത്തും ഒരുമിച്ച് സ്നേഹിച്ചിരുന്നവരിലെ ചില ആളുകൾ വിട്ടുപോവുകയാണ്. എങ്കിലും അവരെ ഒരേ നഗരത്തിൽ നിർത്തണം എന്നുള്ള വലിയ ആഗ്രഹം. അല്ലെങ്കിൽ സർക്കാരിന് 1 മാസം കൊണ്ട് എത്ര തുകയാണ് അത് കൊടുത്തങ്ങ് അവസാനിപ്പിക്കാം. പക്ഷെ അത് പാടില്ല. അവരൊരു നഗരത്തിലേക്ക് വരണം, അവരുടെ സ്നേഹം തുടരണം. ഒരു നഗരത്തിൽ എന്തെല്ലാം ഉണ്ടാകുമോ, വിളിച്ചാൽ വിളി കേൾക്കുന്ന സ്ഥലത്ത് വിളിച്ചാൽ വിളി കേൾക്കാം. വാക്കബിളല്ല. ഇവിടെ നിന്ന് ഇനി പോകണമെന്ന് തീരുമാനിച്ചാൽ നടപ്പിന്റെ ദൂരം മാത്രമേ. എന്തായാലും ഇവിടെയുള്ള ആ താമസിക്കുന്ന ജനങ്ങളുടെ സന്തോഷത്തോടൊപ്പം നമുക്കും പങ്കുചേരാം. കാരണം നമ്മൾ തന്നെ അർഹതപ്പെട്ടാണ്. ഇതേപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.